നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് കൂട്ടിയോജിപ്പിക്കുകയും വിടർത്തുകയും ചെയ്യുന്ന ISROയുടെ സങ്കീർണ പരീക്ഷണം നാളെ നടക്കും. രാത്രി 9:58 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ റോക്കറ്റ് നിലയത്തിൽ നിന്ന് PSLVയുടെ C-60 റോക്കറ്റിലാണ് വിക്ഷേപണം. വിജയിച്ചാൽ ഇന്ത്യ ഈ നേട്ടം സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമാകും. കൂടെ ചന്ദ്രയാൻ 4ന്റെ ഇന്ത്യൻ സ്പേസ് സ്റ്റേഷന്റെയും വിക്ഷേപണങ്ങളിൽ പേടക ഭാഗങ്ങൾ ബഹിരാകാശത്തെത്തിച്ച് കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യാം. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ഈ സാങ്കേതിക വിദ്യയുള്ളത്. ബഹിരാകാശത്ത് 2 ഉപഗ്രഹങ്ങളെ യോജിപ്പിക്കുന്ന ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുടെ പരീക്ഷണത്തിന് സ്പെഡെക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. 220 കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളാണ് പരീക്ഷണത്തിനായി വിക്ഷേപിക്കുക. ഭൂമിയിൽ നിന്ന് 470 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണ പഥത്തിലേക്കാണ് വിക്ഷേപണം. രണ്ടും തമ്മിൽ 20 കിലോമീറ്റർ അകലമുണ്ടാകും. ഭ്രമണത്തിനിടെ ഇവയ്ക്കിടയിൽ അകലം 5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 500 മീറ്റർ, 15 മീറ്റർ, 3 മീറ്റർ എന്നിങ്ങനെ കുറയ്ക്കും. പിന്നീട് കൂട്ടിയോജിപ്പിക്കും. 66 ദിവസമാണ് ദൗത്യ കാലാവധി. ഉപഗ്രഹങ്ങൾ 2 വർഷം ബഹിരാകാശത്ത് തുടരും. ദൗത്യത്തിനൊപ്പം 24 ഗവേഷണ ഉപകരണങ്ങൾ വിക്ഷേപിക്കും. അതിൽ 14 എണ്ണം ISROയുടെ വിവിധ ലാബുകളുടെയും 10 എണ്ണം സ്വകാര്യ യൂണിവേഴ്സിറ്റികളുടേതുമാണ്. 2 ഉപഗ്രഹങ്ങൾ നിർമ്മിച്ചതും ടെസ്റ്റിംഗ് നടത്തിയതും തിരുവനന്തപുരത്തെ ആനന്ദ് ടെക്നോളജീസ് ആണ്. റോക്കറ്റിന്റെ ശേഷിപ്പിൽ വിത്ത് മുളപ്പിക്കും. ഉപഗ്രഹങ്ങൾ എത്തിച്ച ശേഷം ബഹിരാകാശത്ത് ബാക്കിയാകുന്ന റോക്കറ്റിന്റെ 4ാമത്തെ ഭാഗത്തിൽ വിത്ത് മുളപ്പിച്ച് പരീക്ഷണം നടത്തും. POEM-4 അതായത് PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ എന്നാണ് റോക്കറ്റ് ഭാഗങ്ങൾ പുനരുപയോഗിക്കുന്നതിനെ വിളിക്കുന്നത്. ബഹിരാകാശ മാലിന്യം പിടിച്ചെടുക്കാനുള്ള റോബോട്ടിക് കൈയും POEM-4ലുണ്ട്. ഗ്രീൻ പ്രൊപ്പൽഷൻ സംവിധാനം പരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടാവും. 8 പയർ വിത്തുകൾ മുളപ്പിച്ച് വളർത്താനാണ് പദ്ധതി. 2 ഇലകളാകുന്നതുവരെയുള്ള സസ്യത്തിന്റെ നിലനിൽപ്പും പരിശോധിക്കും. മുംബൈയിലെ VSSCയിൽ വികസിപ്പിച്ച ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസിനായുള്ള കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂളിന്റെ ഭാഗമായാണ് പരീക്ഷണം. മുംബൈയിലെ അമിറ്റി യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച അമിറ്റി പ്ലാന്റ് എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ ഇൻ സ്പേസിലാണ് വിത്ത് പരീക്ഷണം. മൈക്രോഗ്രാവിറ്റി പരിസ്ഥിതിയിൽ ചീരയുടെ വളർച്ച പഠിക്കലാണ് ലക്ഷ്യം. POEM-4 ദൗത്യത്തിൽ 24 പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതിൽ 14 എണ്ണം ISROയുടെ വിവിധ ലാബുകളുടെയും 10 എണ്ണം സ്വകാര്യ യൂണിവേഴ്സിറ്റികളുടെയുമാണ്. 8 പയർ വിത്തുകൾ മുളപ്പിച്ച് വളർത്താനാണ് ISROയുടെ പദ്ധതി. 2 ഇലകളായി വരുന്നതുവരെയുള്ള സസ്യത്തിന്റെ നിലനിൽപ്പും പരിശോധിക്കും. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വികസിപ്പിച്ച ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസിനായുള്ള കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂളിന്റെ ഭാഗമായാണ് പരീക്ഷണം. മുംബൈയിലെ അമിറ്റി യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച അമിറ്റി പ്ലാന്റ് എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ ഇൻ സ്പേസിലാണ് വിത്തിന്റെ പരീക്ഷണം നടത്തുക. മൈക്രോഗ്രാവിറ്റി പരിസ്ഥിതിയിൽ ചീരയുടെ വളർച്ച പഠിക്കലാണ് ലക്ഷ്യം. ഒരേ സമയത്ത് തന്നെ POEM-4ലും പുറത്തും പരീക്ഷണങ്ങൾ നടത്തും. സസ്യങ്ങൾ ഗുരുത്വാകർഷണത്തിന്റെയും പ്രകാശത്തിന്റെയും ദിശ മനസ്സിലാക്കുന്നത് സംബന്ധിച്ച് ഉൾക്കാഴ്ച ലഭിക്കാൻ ഇതുവഴിയാവും എന്നാണ് പ്രതീക്ഷ.